നിരവധിയായ കുടിവെള്ള പദ്ധതികൾ, അത് ചെറുത് വേറെയുമുണ്ട്. ഇപ്പോൾ തന്നെ ഈ കൊടിയ വരൾച്ചയുടെ കാലത്ത് ജലവിധാനം താണപ്പോൾ ഒരു വെള്ളം കയറുന്ന പ്രശ്നം വെട്ടിക്കാറ്റ് മുക്കുക എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ കോട്ടയം എറണാകുളം ജില്ലയുടെ അതിർത്തിയിൽ വലിയ കുടിവെള്ള പദ്ധതിയുടെ 10 കിലോമീറ്റർ ദൂരം വരെ കടൽവെള്ളം കയറി ഉപ്പുവെള്ളം എത്തിയ സ്ഥിതി ഈ ഘട്ടത്തിലുണ്ട്. ചൂണ്ടി കുടിവെള്ള പദ്ധതി തൃപ്പൂണിത്തുറയെ വെള്ളം ലഭിക്കുന്ന പദ്ധതിയാണ്. ചൂണ്ടി കുടിവെള്ള പദ്ധതിയുടെ കുടിവെള്ളം ആ പദ്ധതിയിലേക്ക് വെള്ളം ആവശ്യത്തിന് ലഭിക്കാത്ത സാഹചര്യത്തിൽ മണച്ചാലുകൾ അടിക്കുകയും ചാല് കീറിയുമാണ് ഇപ്പോൾ വെള്ളം ചെന്നിട്ടുള്ളത്. ഇത്തരം പ്രതിസന്ധി നേരിടുന്ന ഒരു പുഴയെ മീനച്ചിൽ പദ്ധതി കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നാണ് തിരിച്ചറിയേണ്ട ഒരു കാര്യം. 20 അടി താഴണമെന്ന് സാർ പറഞ്ഞു. 20 അടിയാണ് മൂവാറ്റുപുഴയാറും മീനച്ചിലാറും തമ്മിലുള്ള പൊക്ക വ്യത്യാസം. 20 അടി താഴ്ത്തുക എന്ന് മാത്രമല്ല, ആ താഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വേറെ. ഇപ്പൊ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഗാഡ്ഗിൽ റിപ്പോർട്ട്, മാധവൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുമ്പോഴും പകരം കസ്തൂരി രംഗനെ കൊണ്ട് അന്വേഷിപ്പിച്ച് മറ്റൊരു റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, മനുഷ്യന്റെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം. അതുകൂടി ഇതിന്റെ ഭാഗം. മനുഷ്യൻ മാത്രമല്ല, മനുഷ്യന്റെ പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടുന്നു. ഈ ചർച്ചയിൽ ഏറ്റവും താഴെ നിൽക്കുന്ന സാധാരണക്കാരൻ എന്ത് പങ്ക് എന്നതാണ് പ്രശ്നം. പാരിസ്ഥിതിക വിദഗ്ധർ, കാർഷിക വിദഗ്ധർ, കൃഷിക്കാർ ഏറ്റവും അവസാനം താഴെ തട്ടിൽ വരെ ചർച്ച ചെയ്യപ്പെടാനും അത്തരമൊരു പരിശോധനയ്ക്ക് ഇടയാക്കിക്കൊണ്ട് മാത്രമേ ഏത് തരം പദ്ധതികളും നടപ്പാക്കാവൂ എന്ന ധാരണയിലേക്ക് സാമാന്യ ജനം വേണം, ഗവൺമെന്റുകൾ മാറണം. ഇതാകുന്നില്ല എന്നതാണ് പ്രശ്നം. ഏത് പദ്ധതി